ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. അപ്പം നമ്മളിന്ന് നോക്കുന്നത് കരിക്കുലത്തെക്കുറിച്ചാണ്. കരിക്കുലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കരിക്കുലം എന്ന വാക്ക് ക്യുറേറെ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ കരിക്കുലം എന്നുള്ള പദം ക്യുറേറെ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഉണ്ടായത്. ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഓട്ടക്കളം, റേസ് കോഴ്സ് എന്നാണ്. എന്താണ് ഓട്ടക്കളം, റേസ് കോഴ്സ് എന്നാണ്. വിദ്യാർത്ഥികൾക്ക് തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഓടിത്തീർക്കേണ്ട പാത എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് കരിക്കുലത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് വരുന്നത്? വിദ്യാർത്ഥികൾക്ക് തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഓടിത്തീർക്കേണ്ട പാത എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി കരിക്കുലവും സിലബസും തമ്മിലുള്ള വ്യത്യാസം. സിലബസ് എന്നത് ഒരു നിശ്ചിത വിഷയത്തിൽ പഠിപ്പിക്കേണ്ട വിവരങ്ങളുടെ പട്ടിക മാത്രമാണ്. സബ്ജക്റ്റ് സെൻട്രിക് ആണ്. അതായത് ഒരു നിശ്ചിത വിഷയത്തിൽ പഠിപ്പിക്കേണ്ട വിവരങ്ങളുടെ പട്ടിക മാത്രമാണ് സബ്ജക്റ്റ് സെൻട്രിക് ആയിട്ടുള്ള ഒന്നാണ് സിലബസ് എന്ന് പറയുന്നത്. എന്നാൽ കരിക്കുലം എന്നത് ഒരു വിദ്യാർത്ഥിക്ക് വിദ്യാലയത്തിൽ നിന്നും ക്ലാസ് മുറിയിൽ നിന്നും പുറത്തുനിന്ന് ലഭിക്കുന്ന എല്ലാവിധ അനുഭവങ്ങളുടെയും ആകെത്തുകയാണ്. അപ്പോൾ ഒരു കരിക്കുലം എന്ന് പറയുന്നത് എന്താണ്? ഒരു വിദ്യാർത്ഥിക്ക് വിദ്യാലയത്തിൽ നിന്നും ക്ലാസ് മുറികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സ്കൂൾ എൻവയോൺമെൻറ്റിൽ നിന്നും ഒക്കെ ലഭിക്കുന്ന എല്ലാവിധ അനുഭവങ്ങളുടെയും ആകെത്തുകയാണ് കരിക്കുലം. സോ it's really the holistic and total experience. So it is what? The holistic and total experience is student obtained from the സ്കൂൾ എന്ന് നമുക്ക് പറയാം. ഇനി കണ്ണിങ്ഹാമിൻ്റെ കരിക്കുലത്തെ കുറിച്ചിട്ടുള്ള ഒരു ഒരു ഡെഫിനിഷൻ ഉണ്ട്. എന്താണ് കരിക്കുലം എന്ന് കണ്ണിങ്ഹാം പറയുന്നുണ്ട്. അപ്പോൾ അതാണ്: കലാകാരൻ്റെ കയ്യിൽ തൻ്റെ സ്റ്റേഡിയത്തിലെ സാമഗ്രികളെ തൻ്റെ ആശയങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്താനുള്ള ഒരു ഉപകരണമാണ് കരിക്കുലം. അപ്പോൾ പരീക്ഷകളിൽ ഈ ഒരു നിർവചനം ചോദിക്കാറുണ്ട്. അപ്പോൾ അധ്യാപകൻ ആണ് ഇവിടെ കലാകാരൻ, അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ ആണ് വിദ്യാലയം. ഇനി അവിടുത്തെ സാമഗ്രിയാണ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു വസ്തു, അയാൾ മോഡിഫൈ ചെയ്യുന്ന വസ്തുവാണ് വിദ്യാർത്ഥി. എങ്ങനെയാണ് വിദ്യാർത്ഥിയെ മോഡിഫൈ ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്കനുസരിച്ച്. ആശയങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ലക്ഷ്യങ്ങളാണ്. ലക്ഷ്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്താനുള്ള ഒരു ഉപകരണമാണ് കരിക്കുലം. അപ്പോൾ കരിക്കുലം എന്ന് പറയുന്ന ഉപകരണത്തെ ഉപയോഗിച്ച് സ്റ്റുഡിയോയിൽ വച്ച്, അതായത് വിദ്യാലയത്തിൽ വച്ച് കലാകാരനായിട്ട് ഉപമിച്ചിരിക്കുന്ന അധ്യാപകൻ വിദ്യാർത്ഥിയെ രൂപപ്പെടുത്തുന്നു. മനസ്സിലായോ? വിദ്യാർത്ഥിയെ ആശയങ്ങൾക്ക് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തുന്നു. അപ്പോൾ ഒരു കലാകാരൻ്റെ കയ്യിൽ തൻ്റെ സ്റ്റുഡിയോയിലെ സാമഗ്രികളെ തൻ്റെ ആശയങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തുന്നത് പോലെ തന്നെയാണ് ഒരു അധ്യാപകൻ വിദ്യാലയത്തിൽ വെച്ച് വിദ്യാർത്ഥികളെ നിശ്ചിത ലക്ഷ്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തുന്നു. ഇത് രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ശരിക്കും കരിക്കുലം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു വിദ്യാർത്ഥിയെ രൂപപ്പെടുത്തുവാനുള്ള ഒരു ഉപകരണമാണ് കരിക്കുലം എന്ന് പറയുന്നത്. ഇനി ജോൺ ഡൂയിയുടെ കാഴ്ചപ്പാട്: കരിക്കുലം എന്നത് കുട്ടിയുടെ പ്രകൃതിക്കും താല്പര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന അനുഭവാധിഷ്ഠിത പാഠ്യപദ്ധതി ആയിരിക്കണം. അപ്പോൾ ജോൺ ഡൂയി എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് സെൻറ്റേർഡ് കരിക്കുലത്തിൻ്റെ വക്താവാണ്. അദ്ദേഹം പറഞ്ഞത് കരിക്കുലം എന്നത് എങ്ങനെയുള്ളതായിരിക്കണം? കുട്ടിയുടെ പ്രകൃതിക്കും താല്പര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന അനുഭവാധിഷ്ഠിത പാഠ്യപദ്ധതി ആയിരിക്കണം കരിക്കുലം എന്നത്. ഇനി മറഞ്ഞിരിക്കുന്ന പാഠ്യപദ്ധതി അല്ലെങ്കിൽ ഹിഡൻ കരിക്കുലം എന്ന് പറയുന്നത്, അതായത് വിദ്യാലയ അന്തരീക്ഷത്തിൽ നിന്നും അനൗപചാരികമായി കുട്ടി പഠിച്ചെടുക്കുന്ന മൂല്യങ്ങൾ, പെരുമാറ്റ രീതികൾ, സാമൂഹിക മാനദണ്ഡങ്ങൾ എന്നിവയാണ് ഹിഡൻ കരിക്കുലം. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒന്നല്ല. ഫിലിപ്പ് ജാക്സൺ ആണ് ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ഹിഡൻ കരിക്കുലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് വാല്യൂസ്, മോറൽ വാല്യൂസും പ്രിൻസിപ്പിൾസും ഒക്കെ കുട്ടികളിൽ ജനറേറ്റഡ് ആവുന്നുണ്ട്. കള്ളം ചെയ്യാൻ പാടില്ല, ഷെയറിങ് ഈസ് കെയറിങ്, പിന്നെ സത്യസന്ധമായിട്ട് പെരുമാറുക, മറ്റുള്ളവരോട് എമ്പത്തറ്റിക് ആയിരിക്കുക, അതുപോലെ തന്നെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക, ഹാർഡ് വർക്കിലൂടെ വിജയത്തിലേക്ക് എത്തുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ വാല്യൂസും മൂല്യങ്ങളൊക്കെ കുട്ടികൾക്ക് ലഭിക്കുന്നത് എന്താണ്?
കുട്ടിയുടെ ഈ ഒരു വിദ്യാലയ അന്തരീക്ഷത്തിൽ വെച്ച് അനൗപചാരികമായിട്ട് കുട്ടി നേടുന്നതാണ്. ഇപ്പം നമ്മളിപ്പം ഒരു ചാപ്റ്റർ ഡൈജഷൻ്റെ അല്ലെങ്കിൽ ഫുഡിൻ്റെ ഒരു ചാപ്റ്റർ പഠിപ്പിക്കുന്ന സമയത്ത് പല്ല് തേയ്ക്കേണ്ട 2 നേരം പല്ല് തേയ്ക്കേണ്ടത് അത്യാവശ്യമാണെന്നും അല്ലെങ്കിൽ പല്ലിന് പ്രശ്നം വരുമെന്നും പഠിപ്പിക്കുകയാണ്. അപ്പോൾ കുട്ടിയിൽ ആ ഒരു വാല്യൂ 2 നേരം പല്ല് തേയ്ക്കണം, ഇല്ലെങ്കിൽ അതൊരു അല്ലാത്ത പക്ഷം ഇങ്ങനെ അസുഖങ്ങൾ വരാനും ഉള്ള സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ അത് നമ്മളൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടിക്ക് ആ നല്ലതേത് ചീത്തയെന്നുള്ള തിരിച്ചറിവെത്തുന്നു. അതുപോലെ സഹപാഠികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. നല്ല ഒരു അനുതാപവും സ്നേഹവും ഉള്ള ഒരു അധ്യാപികയിൽ നിന്ന് അവൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ അത്തരത്തിൽ പെരുമാറ്റ രീതികൾ, സാമൂഹിക മാനദണ്ഡങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടി അനൗപചാരികമായിട്ട് പഠിച്ചെടുക്കുന്നു. സോ ഇതാണ് ഹിഡൻ കരിക്കുലത്തിലൂടെ കുട്ടിക്ക് ലഭിക്കുന്നത്. ഈ ഹിഡൻ കരിക്കുലം എന്ന് പറയുന്ന വാക്ക് പ്രപ്പോസ് ചെയ്തത് അല്ലെങ്കിൽ അത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഫിലിപ്പ് W. ജാക്സൺ ആണ്. ഇനി കരിക്കുലം നിർമ്മാണത്തിൻ്റെ തത്വങ്ങൾ, ഒരു കരിക്കുലം കൺസ്ട്രക്ഷൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഒന്ന്, ശിശു കേന്ദ്രീകൃത തത്വം, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ചൈൽഡ് സെൻട്രിസിറ്റി. ശിശു കേന്ദ്രീകൃത തത്വം എന്നുള്ളതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ചൈൽഡ് സെൻട്രിസിറ്റി. പാഠ്യപദ്ധതി കുട്ടിയുടെ പ്രായം മാനസിക വളർച്ച, താല്പര്യം, കഴിവ് എന്നിവയ്ക്ക് അനുസരിച്ചായിരിക്കണം. അപ്പം ശിശു കേന്ദ്രീകൃത തത്വം എന്താ പറയുന്നത്? പാഠ്യപദ്ധതി കുട്ടിയുടെ പ്രായം, മാനസിക വളർച്ച, താല്പര്യം, കഴിവ് എന്നിവയ്ക്ക് അനുസരിച്ചായിരിക്കണം. പ്രായം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. 3 വയസ്സുള്ള കുട്ടിയെ നമുക്ക് ക്രബ് സൈക്കിളൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല. മാനസിക വളർച്ച, അതും ഈ നമ്മുടെ IQവും അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ മെൻ്റൽ ഏജും അതുപോലെ ക്രോണോളജിക്കൽ ഏജും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കാം അല്ലേ. ഒരു 60 വയസ്സുള്ള കുട്ടിക്ക് ചിലപ്പോൾ 60 വയസ്സുള്ള കുട്ടി 16 വയസ്സുള്ള ഒരു കുട്ടിക്ക് അത്രയും ഒരു പക്വത ചില സന്ദർഭങ്ങളിൽ എത്താതെ വരും. അതായത് അവൻ്റെ മെൻ്റൽ ഏജ് അത്രയും ചിലപ്പോൾ വളരാത്ത സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ അവൻ്റെ മാനസിക വളർച്ച, നോർമൽ കേസിലാണെങ്കിൽ മാനസിക വളർച്ചയ്ക്ക് അനുസരിച്ച് കാര്യങ്ങൾ കുട്ടിക്ക് കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ അവൻ്റെ താല്പര്യം അനുസരിച്ച്. ചില കുട്ടികൾക്ക് മാത്തമാറ്റിക്സിലായിരിക്കും താല്പര്യം, ചിലർക്ക് സയൻസിൽ, ചിലർക്ക് ഇത് രണ്ടിലും ആയിരിക്കത്തില്ല, അക്കാഡമിക് വിഷയങ്ങളിലായിരിക്കില്ല, മറ്റു കാര്യങ്ങളിലായിരിക്കും കഴിവ്. അപ്പോൾ അതിനനുസരിച്ച് കുട്ടിയുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കണം കരിക്കുലം ക്രിയേറ്റ് ചെയ്യേണ്ടത്, കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്. അടുത്തത് കമ്മ്യൂണിറ്റി സെൻറ്റേർഡ് തത്വം, അത് പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിറ്റി സെൻറ്റേർഡ്നെസ്. പാഠ്യപദ്ധതി സമൂഹത്തിൻ്റെ ആവശ്യങ്ങളുമായും സംസ്കാരവുമായും ബന്ധപ്പെട്ടിരിക്കണം. കമ്മ്യൂണിറ്റി സെൻറ്റേർഡ്നെസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വഴക്കമുള്ള തത്വം, അതായത് മാറുന്ന ഇപ്പോൾ നമ്മൾ കരിക്കുലമൊക്കെ മോഡിഫൈ ചെയ്യാറുണ്ട്. മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് കരിക്കുലത്തിലും എന്ത് ചെയ്യണം, വൈവിധ്യങ്ങൾ കൊണ്ടുവരണം, മാറ്റങ്ങൾ വരുത്താൻ പറ്റണം. സോ ഇത്തരത്തിൽ കുട്ടികളുടെ വൈവിധ്യങ്ങൾക്കും അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ പാകത്തിലുള്ള വഴക്കം കരിക്കുലത്തിന് ഉണ്ടായിരിക്കണം. ഇനി അടുത്ത ഏകീകരണ തത്വം, പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റഗ്രേഷൻ ആൻഡ് കോറിലേഷൻ അല്ലെങ്കിൽ കോറിലേഷൻ എന്ന് പറയും. വിവിധ വിഷയങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് വേണം പാഠ്യപദ്ധതി തയ്യാറാക്കാൻ. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ, വിവിധ വിഷയങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് വേണം പാഠ്യപദ്ധതി തയ്യാറാക്കാൻ. അതായത് എല്ലാ സബ്ജക്ട്സും ഇൻ്റർ കണക്റ്റഡ് ആണ്. നമ്മളിപ്പോൾ ബയോളജി പഠിക്കുമ്പോൾ അതിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിക്കും അല്ലേ, മൈക്രോസ്കോപ്പിനെ കുറിച്ചും അതും ഇതൊക്കെ പഠിക്കും, സ്പെക്ട്രോസ്കോപ്പി പഠിക്കും. അങ്ങനെയുള്ള അത് പഠിക്കുമ്പോൾ നമുക്ക് കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ വേണ്ടതാണ്. അപ്പം അതുപോലെ കെമിസ്ട്രി പഠിക്കുമ്പോൾ ബയോളജി പഠിക്കും, ഓൾറെഡി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇൻ്റർ ഡിസിപ്ലിനറി ഫീൽഡാണ്. ഫിസിക്സ് പഠിക്കുമ്പോഴും ഇത് രണ്ടും ഇൻകോർപ്പറേറ്റഡ് ആവും. സോ അപ്പോൾ ഇത്തരത്തിൽ പല പല വിഷയങ്ങളെ ബന്ധിപ്പിച്ചു കൊണ്ടുവേണം പാഠ്യപദ്ധതി തയ്യാറാക്കാൻ. ഇനി ഭാവി സുരക്ഷാ തത്വം, പ്രിൻസിപ്പിൾ ഓഫ് ഫോർവേഡ് ലുക്കിംഗ്. കുട്ടിക്ക് ഭാവി ജീവിതത്തിൽ ഉപകരിക്കുന്നതും തൊഴിൽ സാധ്യതകൾ നൽകുന്നതുമായിരിക്കണം പാഠ്യപദ്ധതി. വൊക്കേഷണൽ ആയിരിക്കണം. അതായത് ഈ ഒരു കാര്യം പഠിച്ചു വെച്ചിട്ട് നമുക്ക് ഇപ്പോഴും ഡൗട്ട്, എന്തിനാ ഇൻ്റഗ്രേഷൻ, എന്തിനാ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ് പല റീൽസിൽ എന്തിനാ അപ്പോൾ പഠിച്ചു എന്ന് പറഞ്ഞ് ചോദിക്കുന്ന കാണാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ്, കുട്ടിക്ക് ഭാവി ജീവിതത്തിൽ ഉപകരിക്കുന്നതും തൊഴിൽ സാധ്യതകൾ നൽകുന്നതുമായിരിക്കണം പാഠ്യപദ്ധതി. ഇനി ഓർഗനൈസേഷണൽ സമീപനങ്ങൾ, അതായത് പാഠ്യപദ്ധതിയിലെ വിവരങ്ങൾ ക്രമീകരിക്കുന്നതിന് പ്രധാനമായും താഴെ പറയുന്ന സമീപനങ്ങൾ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ഒരു കരിക്കുലത്തിൽ കാര്യങ്ങൾ
എന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യുന്നത്. ആദ്യത്തെ ടോപ്പിക്കൽ അപ്രോച്ചാണ്. ഒരു പ്രത്യേക ക്ലാസ്സിൽ ഒരു വിഷയം പൂർണ്ണമായി പഠിപ്പിച്ചു തീർക്കുന്ന രീതിയാണിത്. ഒരു പ്രത്യേക ക്ലാസ്സിൽ ഒരു വിഷയം പൂർണ്ണമായും പഠിപ്പിച്ചു തീർക്കുന്ന രീതിയാണിത്. ഉദാഹരണം, 9ാം ക്ലാസ്സിൽ ജന്തുശാസ്ത്രത്തിലെ ഒരു അധ്യായം പൂർണ്ണമായി പഠിപ്പിക്കുക. ഓക്കെ, അതാണ് ടോപ്പിക്കൽ അപ്രോച്ച്. അടുത്ത സ്പൈറൽ അപ്രോച്ച് അല്ലെങ്കിൽ കോൺസെൻട്രിക് സ്പൈറലും കോൺസെൻട്രിക്കും നമ്മൾ രണ്ടായിട്ടാണ് പഠിക്കുന്നത്. ഒരു വിഷയം തന്നെ ലളിതമായ രൂപത്തിൽ താഴ്ന്ന ക്ലാസ്സുകളിൽ തുടങ്ങുകയും ക്ലാസ് ഉയരുന്നതിനനുസരിച്ച് അതിൻ്റെ ആഴവും വ്യാപ്തിയും വീണ്ടും കൂട്ടി കൊണ്ടുവന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണിത്. ജിറോം ബ്രൂണറിൻ്റെ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ പറയുന്ന സ്പൈറൽ കോൺസെൻട്രിക് അപ്രോച്ചുകൾ. രണ്ടായിട്ടാണ് നമ്മൾ B.Ed പഠിക്കാറ്. ഇനി ക്രൊണോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ചരിത്രപരമായ സംഭവ വികാസങ്ങളുടെ കൃത്യമായ സമയക്രമം അനുസരിച്ച് വിവരങ്ങൾ ക്രമീകരിക്കുന്ന രീതി. ഇത് നമുക്ക് സോഷ്യൽ സയൻസിലൊക്കെ അങ്ങനെയൊക്കെ പഠിക്കുന്നത് ഓരോരോ വാറുകളായാലും ഓരോ കാര്യങ്ങളായാലും ഓർത്തിരിക്കാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ്. അടുത്ത യൂണിറ്റ് അപ്രോച്ച് എന്ന് വെച്ചാൽ പരസ്പരം ബന്ധമുള്ള ആശയങ്ങളെ ഒരുമിച്ച് ചേർത്ത് വലിയ യൂണിറ്റുകളാക്കി മാറ്റി പഠിപ്പിക്കുന്ന രീതിയാണ് യൂണിറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് അപ്രോച്ച് എന്ന് പറയുന്ന പരസ്പരം ബന്ധമുള്ള ആശയങ്ങളെ ഒരുമിച്ച് ചേർത്ത് വലിയ യൂണിറ്റുകളാക്കി മാറ്റി പഠിപ്പിക്കുന്ന രീതിയാണ് യൂണിറ്റ് അപ്രോച്ച്.